PM ശ്രീ വിഷയത്തിൽ ഡി രാജ ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയിരുന്നില്ല എന്ന കെ പ്രകാശ് ബാബുവിന്റെ ആരോപണം തള്ളി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കളുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിഷയത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ പരിഹാരമായില്ലെങ്കിൽ ദേശീയ നേതൃത്വം ഇടപെടുമെന്നും MA ബേബി 24-നോട് പ്രതികരിച്ചു. അദ്ദേഹം തന്നെ ഡി രാജയോട് സംസാരിക്കട്ടെ. ഡി രാജയും ഞാനും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് മറ്റൊരു ആളടുത്ത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിൽ സംസാരിച്ചു. ഡി രാജ ചോദിച്ചതിന് ഞാൻ തൃപ്തികരമായ മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞ മറുപടികൾ ഡി രാജ ഞാൻ തൃപ്തിയോടുകൂടി കേട്ടു. അതിൽ ഡി രാജയ്ക്ക് വല്ല പരാതിയുണ്ടെങ്കിൽ ഡി രാജ എന്നെ ബന്ധപ്പെടും. അതിന് പ്രകാശ് ബാബുവിനെ പോലെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. MA ബേബി നിസ്സഹായനാണെന്ന പ്രകാശ് ബാബുവിന്റെ പരാമർശത്തിൽ ബേബി ഡി രാജയെ അതൃപ്തി അറിയിച്ചതായി സൂചനയുണ്ട്. ഡി രാജ പ്രകാശ് ബാബുവിനെ കണ്ടത് ഈ സാഹചര്യത്തിലാണ് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അച്യുതൻ വിവരങ്ങളുമായുണ്ട്. അച്യുതൻ, പ്രധാനമായിട്ടും ഈ വിഷയത്തോട് MA ബേബിയുടെ പുതിയ പ്രതികരണം എന്താണ് എന്നതാണല്ലോ അറിയാൻ ആകാംക്ഷയുള്ള കാര്യം. അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? GK, ഇന്നലെയായിരുന്നു ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIയുടെ ജനറൽ സെക്രട്ടറി ഡി രാജ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു ഇത്തരത്തിലൊരു വിമർശനം CPM ജനറൽ സെക്രട്ടറിക്ക് നേരെ ഉന്നയിക്കുന്നത്. അതായത് കൂടിക്കാഴ്ചയിൽ ഒരു നിസ്സഹായതയാണ് MA ബേബി പ്രകടിപ്പിച്ചത് എന്നതായിരുന്നു ആ വിമർശനം. ഇന്ന് രാവിലെയും അതേ ഒരു പ്രതികരണം ആവർത്തിക്കുകയാണ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതിലൊരു പ്രതികരണം CPM ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയിരിക്കുന്നത്. അതായത് ഡി രാജയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും താൻ കൃത്യമായി മറുപടി നൽകി എന്നതാണ് ഡി രാജ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ തരത്തിൽ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ സൗഹൃദപൂർവ്വമായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. തന്റെ ഭാഗം ഡി രാജ കേൾക്കുകയും ചെയ്തു. ഇതിൽ സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഒരു തീരുമാനമെടുക്കാനാണ് തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാകും. എന്നാൽ അവിടെ ഒരു പരിഹാരമായില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം ഇടപെടും. എന്തായാലും ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഡി രാജ തന്നെ ബന്ധപ്പെടും. അവിടെ ഈ പറഞ്ഞതുപോലെ പ്രകാശ് ബാബുവിനെ പോലുള്ള ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല എന്നൊരു വിമർശനമാണ് ഈ കാര്യത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി ഉന്നയിച്ചിരിക്കുന്നത്. വലിയ ഒരു വിമർശനമായിരുന്നു CPIയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് CPM ജനറൽ സെക്രട്ടറിക്ക് നേരെ ഉണ്ടായത്. ഇക്കാര്യത്തിൽ ദേശീയ നേതൃത്വം CPMന്റെ ദേശീയ നേതൃത്വം കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. എന്തായാലും തൊട്ടു പിന്നാലെ ഇതിനെല്ലാം പിന്നാലെയാണ് CPI ജനറൽ സെക്രട്ടറി ഡി രാജ കേരള ഹൗസിലെത്തി പ്രകാശ് ബാബുവുമായി കൂടിക്കാഴ്ച നടത്തിയതും അവിടെ മാധ്യമങ്ങളെ കണ്ട പ്രതികരണം നടത്തിയതും. ശരി അച്യുതൻ, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.